This mean anything else, when all I dream of is yours, all I long for is your touch. ഇതിനു വേണ്ടി ആദ്യം ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ക്യാപ് കട്ട് ഓപ്പൺ ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഇമേജസ് ആവശ്യമുണ്ട്. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടാകും കുറച്ച് ഇമേജസ് ഉള്ളത്, കുറച്ച് കളർ ചേഞ്ച് ഉള്ളത്. അത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അഥവാ കിട്ടിയിലേക്ക് നേരെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതെടുത്തിട്ട് ക്യാപ് കട്ടിൽ ഇമ്പോർട്ട് ചെയ്യുക. അഥവാ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിക്സാർട്ടിലോ എലൈറ്റ് മോഷനിലോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രെയിം ഞാൻ പറഞ്ഞുതരാം. റേഷ്യോ 2048x642 അതിൻ്റെ റേഷ്യോ. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണ്ടത്ര ഇമേജസ് ആഡ് ചെയ്ത ശേഷം നമുക്കിനി അടുത്തത് അതിൻ്റെ ഓഡിയോ ആഡ് ചെയ്യണം. അത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഓഡിയോ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൽ ബീറ്റ് മാർക്ക് ആഡ് ചെയ്യണം. ബീറ്റ് മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓഡിയോയിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴെ സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ബീറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓട്ടോ ജനറേറ്റ് കൊണ്ട്, പിന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്യാനും പറ്റും. ഞാൻ മാനുവലായിട്ട് ചെയ്യുന്നത്. അഥവാ ഈ ഓഡിയോൻ്റെയാണ് നിങ്ങൾക്ക് ബീറ്റ് മാർക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബീറ്റ് മാർക്ക് എല്ലാം ആഡ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇമേജസ് ഇല്ലേ, അത് ഈ ബീറ്റിനനുസരിച്ചിട്ട് ട്രിം ചെയ്യുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റിലോ ഫോണ്ടിലോ നമ്മളൊരു ചേഞ്ചസും വരുത്താൻ പോകുന്നില്ല. ആകെ ചേഞ്ചസ് വരുത്തുന്നത് ഈ ഇമേജസിൻ്റെ കളറിൽ മാത്രമാണ്. നിങ്ങൾ ഓഡിയോൻ്റെ ലിറിക്സ് അനുസരിച്ചിട്ട് ഓരോ ഇമേജും അതിനനുസരിച്ച് ട്രിം ചെയ്ത് വെക്കുക. ഇനി ഇതിന് വേണ്ട ലിറിക്സ് ആഡ് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ഏത് ഓഡിയോയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ലിറിക്സ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ലിറിക്സ് ആഡ് ചെയ്ത ശേഷം ഇനി ഇതിന് ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ തൊട്ടപ്പത്തെ എലഗൻറ്റ് അത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴെ സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ സ്പയർ പറഞ്ഞിട്ടൊരു ഫോണ്ട് ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടുക. നിങ്ങൾക്ക് ആ ഫ്രെയിമിൽ എത്രയാണോ വേണ്ടത് ആ റേഞ്ചിൽ നിങ്ങൾ കൂട്ടി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ കളർ വൈറ്റ് നിന്ന് നമുക്ക് മാറ്റിയിട്ട് ആ ഗ്രേ കളർ വയ്ക്കുക. അതിൻ്റെ തൊട്ടപ്പത്തിനുള്ള ഗ്രേ കളർ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. ഈ ഗ്രേ കളറാണെങ്കിൽ ഏത് കളർ ഇമേജിനാണെങ്കിൽ നമുക്ക് തെളിഞ്ഞ് കാണും. ഇനി നമ്മൾ ആഡ് ചെയ്ത ലിറിക്സ് അവസാനം വരയ്ക്ക് വലിച്ചുകൊണ്ട് പോകുക. ഈ വീഡിയോൻ്റെ അവസാനം വരയ്ക്കുക. നമുക്ക് എത്ര ദൂരമാണോ വേണ്ടത് അത്രയും ദൂരം ആക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ സോങ്ങിൻ്റെ ലിറിക്സിനനുസരിച്ചിട്ട് ഈ നമ്മുടെ ആഡ് ചെയ്ത ടെക്സ്റ്റ് ഇല്ലേ അത് കട്ട് ചെയ്യുക. ഇതിലെ ഫസ്റ്റ് ലിറിക്സ് അവസാനിക്കുന്നത് ഈ 2 ഇമേജിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് ലിറിക്സ് ഓരോന്നായിട്ട് കട്ട് ചെയ്യുക. All I long for is your this mean anything else, when ഈ കട്ടും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഈ കട്ട് ചെയ്ത ഓരോ ഭാഗത്തിനും ഓരോ ലിറിക്സ് ആണല്ലോ, അതൊക്കെ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കിയിട്ട് ടെക്സ്റ്റ് അടിക്കുക, ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്താ വെച്ച് ചെയ്യുക. അഥവാ ഈ ഓഡിയോൻ്റെ ആണെങ്കിൽ നേരെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാത്തിനും ടെക്സ്റ്റ് ചെയ്യുക പറഞ്ഞു വെച്ചാൽ എല്ലാം ഒരേ പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാൻ ഈ പോർഷൻ മാത്രം കുറച്ച് സ്പീഡാക്കി തരാം. അഥവാ നിങ്ങൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് നേരെ ക്ലിയർ ആയിട്ട് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത ശേഷം താഴെ സ്റ്റൈൽ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ സ്റ്റൈൽസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിൽ ഷേഡോ കൊടുത്തിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഒപ്പാസിറ്റി പരമാവധി കമ്മിയാക്കുക. എത്രയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടത് അത്രയ്ക്ക് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ടെക്സ്റ്റിലേക്ക് ഇൻ അനിമേഷൻ ആഡ് ചെയ്യണം. ഇൻ അനിമേഷൻ ഞാൻ ഫസ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നത് ടൈപ്പ് 2 ആണ്. നിങ്ങൾക്ക് ഏത് അനിമേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ. ഞാൻ അത് ഫുള്ളായിട്ട് വെക്കുന്നുണ്ട്. ഫുള്ളായിട്ട് പറഞ്ഞാൽ അവസാനം കുറച്ച് ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതിന് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റിലെ ടെക്സ്റ്റ് കുറച്ച് ബാക്കിൽ വെക്കുന്നത് കാരണം ഇതിൽ ഈ ഫസ്റ്റത്തെ 2 എനിത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ശേഷമാണ്. അത്ര ഒരു 0.1 സെക്കൻഡിന് ശേഷമൊക്കെയാണ് വരുന്നത് തോന്നുന്നു. അതിനനുസരിച്ച് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ ടെക്സ്റ്റിന് അനിമേഷൻ ഇടുക. അത് ഈ വെന്ന് പറഞ്ഞിട്ടുള്ള അനിമേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമുക്ക് സൂമാണ് കുറച്ചുകൂടെ നല്ലത് തോന്നുന്നു. കാരണം ഈ ഫസ്റ്റത്തെ ഈ ടൈപ്പ് 2 കഴിഞ്ഞിട്ട് സൂം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലത് തോന്നുന്നു. അപ്പോൾ ഈ സൂമിൻ്റെ അനിമേഷൻ നമ്മൾ ഈ ഫസ്റ്റത്തെ ചെയ്തുപോലെ തന്നെ ഫുള്ളായിട്ട് വെക്കാണ്ട് കുറച്ച് ഇങ്ങോട്ട് ചേർത്ത് വെക്കുക. ഓക്കെ, ഇതേപോലെ വെക്കുക. അപ്പോൾ ഇനി മൂന്നാമത്തെ ടെക്സ്റ്റിനുള്ള അനിമേഷൻ ചെയ്യണം. അതായതെന്ന് വെച്ചാൽ ഓൾ ഐ ഡ്രീം ഓഫ് എന്നുള്ള ഇന്ന് അനിമേഷൻ ചെയ്യുമ്പോൾ അതിന് പേജിന് നമുക്ക് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര പറഞ്ഞാൽ 0.6 ആ റേഞ്ചിൽ വെച്ചാൽ മതി. നമ്മൾ നാലാമത്തെ ഫോണ്ടിന് ഈ അനിമേഷൻ കൊടുക്കുന്നില്ല. കാരണം അതിന് പകരം നമ്മൾ അഞ്ചാമത്തേലേക്ക് അങ്ങനെ സ്കിപ്പ് അടിച്ച് പോവുകയാണ്. ഇതിൻ്റെ അഞ്ചാമത്തെ അനിമേഷൻ നമുക്ക് ഈ ഫസ്റ്റ് ചെയ്ത അതേ അനിമേഷൻ ടൈപ്പ് 2 തന്നെ കൊടുക്കാം. അതേ റേഞ്ചിൽ തന്നെ കൊടുത്താൽ മതി. ആറാമത്തെ ഇൻ അനിമേഷൻ നമുക്കത് ഫെയ്ഡിന് കൊടുക്കാം. അതൊരു 0.5 സെക്കൻഡ് ആ റേഞ്ചിൽ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിക്കണം. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിന് മുന്നേ നമ്മൾ എത്ര നേരം ചെയ്തതിൻ്റെ റിസൾട്ട് നോക്കാം. ഇനി നമുക്ക് നേരെ ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ 1080p കോഡ് റേറ്റ് ഹൈയിലും ഇട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഈ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയ ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ വീഡിയോ ആഡ് ചെയ്ത ശേഷം നമുക്ക് അതിലൊരു ഇമേജ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലെ താഴ്ന്നൊരു ഇമേജ് മുകളിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടായില്ലേ? അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ വന്നിട്ട് ചെയ്താൽ മതി. കാരണം ഇതിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഷാഡോയും പിന്നെ നമുക്ക് ഗ്ലോയും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ട്രോക്ക് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, അത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഈ 4 ഓപ്ഷൻ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കുക. ഞാൻ അവിടെ മറ്റേ സോളിഡ് കളർ പറഞ്ഞിട്ടുള്ളത് കൊടുക്കണം, വൈറ്റ്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കളറൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് കൊടുക്കുക. ഇനി ഈ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ടൈം ലൈനും ആ ലിറിക്സ് എവിടെയാണോ കട്ട് ചെയ്തിട്ട് അടുത്തതിൽ പോകണം അവിടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കുക. ഇനി ഈ ഇമേജിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഇമേജിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലും ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് ഈ ഇമേജ് കുറച്ച് താഴേക്ക് സ്ക്രീനിൻ്റെ താഴേക്ക് കൊണ്ടുവരിക. അപ്പം നമുക്കൊരു അനിമേഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഗ്രാഫ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലത്തെ ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലെ ഈ സൈഡിൽ നിന്ന് പൂക്കളൊക്കെ വരുന്ന ഒരു അനിമേഷൻ കണ്ടിട്ടുണ്ടാകും. അതാണ് നമ്മൾ ഇതിന് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവർലേ കൊടുത്തിട്ട് ഇമേജ് ആഡ് ചെയ്യുക. ഈ ഇമേജ് ആഡ് ചെയ്ത ശേഷം അത് ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് വെക്കേണ്ടത് അവിടെ വെക്കുക. ഞാനിവിടെ സൈഡിലാണ് വെക്കുന്നത്. അതാകുമ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്ന ഒരു നല്ലൊരു അനിമേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ക്രിയേറ്റിവിറ്റി ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് 2 സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. താഴെ തന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഇമേജ് നേരെ ഈ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ഇമേജിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക സ്ക്രോൾ ചെയ്തിട്ട്. ഇനി രണ്ടാമത്തെ ഫ്ലവർ ഇമേജിൻ്റെ പൊസിഷൻ ശരിയാക്കണം. അതിന് വേണ്ടിയിട്ട് ആ രണ്ടാമത്തെ ഫ്ലവർ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കൈ കൊണ്ട് സ്ക്രോൾ ചെയ്തിട്ട് താഴെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ താഴെ കുറച്ച് സ്ക്രോൾ ചെയ്തതിന് വെച്ചാൽ അവിടെ ട്രാൻസ്ഫോം വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മിറർ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമേജ് ഓപ്പോസിറ്റ് വ്യൂ ആയിട്ട് അതിൽ കാണും. അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഇനി ഇതിൻ്റെ അനിമേഷൻ സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഫ്ലവർ ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റിനും ലാസ്റ്റിനും ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് അത് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഗ്രാഫ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഗ്രാഫ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് ഈ ഒരു അനിമേഷനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ രണ്ടാമത്തെ ഇമേജിൽ അതേപോലെ ചെയ്യുക. ഈ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുക. പക്ഷേ ഇതിലാകുമ്പോൾ കുറച്ച് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതിൽ അതുപോലെ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇതിൽ ഇനി ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതിന് നിങ്ങളായിട്ട് ഓവർലേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ഇല്ലേ അത് ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വേണ്ട ഡ്യൂറേഷനിൽ ഡ്രിം ചെയ്യുക. ഇനി ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴെ റിമൂവ് ബീജി ഉണ്ടാവും. അത് കൊടുത്തിട്ട് ക്രോമാക്കി കൊടുത്തിട്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. അതിൽ ഇൻറ്റൻസിറ്റിയും ഷാഡോയും നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക.
അത് കഴിഞ്ഞ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം താഴെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെയർ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ, ആ ലെയർ സെലക്ട് ചെയ്ത ശേഷം ആ വീഡിയോ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവയ്ക്കുക, ഈ ഇമേജിൻ്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫോട്ടോൻ്റെ ബാക്കിൽ ആ ഇമേജ് പോപ്പായിട്ട് വരുന്നത് കാണും. അതിനുശേഷം വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ആ വീഡിയോൻ്റെ പൊസിഷൻ വേണ്ടത് അവിടേക്ക് കറക്റ്റായിട്ട് ഇത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വീഡിയോൻ്റെ പാർട്ടും കാര്യങ്ങളും കഴിഞ്ഞാൽ അപ്പോൾ ഇനി രണ്ടാമത്തെ വീഡിയോ നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി സെക്കൻഡ് ലിറിക്സ് എവിടെയാണ് വരുന്നത് അവിടെ കറക്റ്റായിട്ട് നമ്മളെ ആ ലൈൻ മാർക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അത് എവിടെയാണെന്ന് കിട്ടിയ ശേഷം നേരെ ഓവർലേ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട അടുത്ത ഇമേജ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഇമേജ് ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വീഡിയോ ആഡ് ചെയ്യാം. ഈ രണ്ടാമത്തെ ഇമേജ് നമ്മൾ ഫസ്റ്റ് ഇമേജ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്യുക, കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ റിമൂവ് ബീജ് ഉണ്ടാവും. ഓട്ടോ റിമൂവിൽ കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഇമേജ് എത്ര ഡ്യൂറേഷനിലാണ് വെക്കേണ്ടത് അത് വെക്കുക. ഇനി ഇതിലേക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് സോളിഡ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്ന ശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. ഫസ്റ്റിലും ലാസ്റ്റിലും ഓരോ കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണോ അനിമേഷൻ വേണ്ടത് അവിടേക്ക് ഈ ഇമേജ് ഡ്രാഗ് ചെയ്യുക. ഞാനിവിടെ സൈഡിലേക്കാണ് ചെയ്തത്, അപ്പോൾ അത് അനിമേഷൻ ഇങ്ങനെ വരിക. അപ്പോൾ ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ ഇതിൽ ഗ്രാഫ് ആഡ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിലുള്ള ഗ്രാഫാണ് കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഗ്രാഫ് ആഡ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഈ ഇമേജ് ലാസ്റ്റായി വന്ന് നിൽക്കേണ്ട പൊസിഷൻ ഓക്കെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് എവിടെ വെച്ച് പൊസിഷൻ കറക്റ്റാക്കി വയ്ക്കുക. ഇനി ഈ ഇമേജിൻ്റെ ബാക്കിൽ ഒരു പൂവിൻ്റെ വീഡിയോ നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓവർലേ സെലക്ട് ചെയ്യുക, വീഡിയോ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ എടുത്തു വെച്ച വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ സെലക്ട് ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്തതിൻ്റെ റിമൂവ് ബീജ് ഉണ്ടാവും. അതിൽ കൊടുത്ത് ക്രോമ കീ കൊടുത്തിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഇൻറ്റൻസിറ്റിയും ഷേഡോ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഈ വീഡിയോ അത്ര ലോങ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഓവർലേ വീഡിയോ സെലക്ട് ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നോർമൽ കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷനിലാണോ ആ വീഡിയോ വേണ്ടത് അത്രയ്ക്ക് ഇത് കുറച്ച് വയ്ക്കുക. ഞാനിവിടെ 0.5x കൊടുക്കുന്നത്. അതിനുശേഷം സ്മൂത്ത് സ്ലോമോ സെലക്ട് ചെയ്ത ശേഷം ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. ഈ വീഡിയോൻ്റെ എൻഡിങ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഇമേജിൻ്റെ എൻഡിങ് ഒരവിടെ തന്നെ ആയിരിക്കണം. ഈ വീഡിയോ ആ ഇമേജിൻ്റെ ബാക്കിലാണ് വരേണ്ടത്. സോ ആ വീഡിയോ സെലക്ട് ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്തെന്ന് വെച്ചാൽ ലെയർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കൊടുക്കുക. അതിൽ കൊടുത്ത ശേഷം ഈ വീഡിയോ ലാസ്റ്റ് കൊണ്ട് വയ്ക്കുക. ഈ ഇമേജിൽ നമ്മൾ അനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോൻ്റെ ഓപ്പണിങ്ങിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഫസ്റ്റിന് ലാസ്റ്റിന് ഒരു കീ ഫ്രെയിം വയ്ക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം അതിൻ്റെ ഓപ്പണിങ് പെട്ടെന്ന് കാണാൻ പാടില്ല. ഇതിൻ്റെ ബാക്കിൽ വരുന്ന പോലെയാണ് നമ്മൾ അതിൽ വെക്കുന്നത്. അതിനുശേഷം നേരെ ഗ്രാഫ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇതേപോലെയാണെങ്കിൽ ഓക്കെ. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നിങ്ങൾ വെക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഇമേജിൻ്റെ പാർട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഇമേജ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ആഡ് ഓവർലേ കൊടുക്കുക. നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ആഡ് ചെയ്യുക. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറച്ചുകൂടെ ഇമേജസാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. സോ അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ചെയ്ത പ്രോസസ്സ് തന്നെയാണ്. നേരെ റിമൂവ് ബീജ് കൊടുക്കുക, ഓട്ടോ റിമൂവൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കിട്ടുക. അപ്പോൾ നേരെ ഇനി പോയിട്ട് സ്ട്രോക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിക്ക് കളറും കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ മാറ്റാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റായിട്ട് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് വേണ്ടത് അങ്ങോട്ടേക്ക് ഇത് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷം സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ ഗ്രാഫ് ആഡ് ചെയ്യാം. പിന്നെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഒരു ഓവർലേ വീഡിയോയും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആ ഇമേജ് എവിടെയാണോ അവസാനിക്കണം അവിടെ ആയിരിക്കണം ഈ വീഡിയോൻ്റെ എൻഡിങ് വേണ്ടത്. അത് കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കണം. അതിനുവേണ്ടി വീഡിയോ സെലക്ട് ചെയ്ത് താഴെ സ്ക്രോൾ ചെയ്യുന്ന റിമൂവ് ബീജ് ഉണ്ട്. അതിൽ ക്രോമ കീ കൊടുത്തിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഇൻറ്റൻസിറ്റിയും ഷേഡോ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി വീഡിയോ സെലക്ട് ചെയ്യുന്ന താഴെ സ്ക്രോൾ ചെയ്യുന്ന ലെയർ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇമേജിൻ്റെ ബാക്കിൽ ഈ വീഡിയോ കൊണ്ട് വയ്ക്കുക. ഇനി ഇതിന് കറക്റ്റ് പൊസിഷനിൽ ഈ വീഡിയോ കൊണ്ട് വയ്ക്കുക. കാരണം ഇമേജിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ബോറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിലായിട്ടോ അല്ലെങ്കിൽ അതിന് വ്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ആക്കിയിട്ട് അത് വെക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ഓവർലേ വീഡിയോ ചെയ്ത പോലെ ഇതിന് ഓപ്പണിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ആ ഇമേജിൻ്റെ അവിടെ കവറായിട്ട് വരുന്ന പോലെ വെക്കുക. പിന്നെ ഒരു സ്മൂത്ത് അനിമേഷന് വേണ്ടിയിട്ട് ഗ്രാഫ് ആഡ് ചെയ്യാം. അതിൽ All I dream of is your
ഇനി ഈ വീഡിയോൻ്റെ ഓപ്പണിങ്ങിനും ട്രാൻസിഷനും വേണ്ടിയിട്ട് നമ്മൾ 1-2 എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി താഴെയുള്ള എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, വീഡിയോ എഫക്റ്റിൽ പോവുക. വീഡിയോ എഫക്റ്റിൽ പോയ ശേഷം ലെൻസ് സെക്ഷനിൽ ബ്ലർ എഫക്റ്റ് ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ എഫക്റ്റ് നിങ്ങൾക്ക് വേണ്ടത്ര വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി എഫക്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക, അത് ബ്ലർ 100 കൊടുക്കുക. ഇനി താഴെയുള്ള ഒബ്ജക്റ്റ് കൊടുക്കുക, അതിൽ ഓൾ വീഡിയോസ് സെലക്ട് ചെയ്യുക. ഇതിനി ഓപ്പണിംഗ് ആയതുകൊണ്ട് ഈ എഫക്റ്റിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിം വാല്യൂ 100ഉം ലാസ്റ്റ് കീ ഫ്രെയിം വാല്യൂ 0 ആക്കി കൊടുക്കുക. ഇനി അടുത്ത നമ്മുടെ ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് വീഡിയോ എഫക്റ്റിൽ സെലക്ട് ചെയ്യുക, അതിന് ശേഷം ലെൻസ് ബ്ലർ തന്നെ സെലക്ട് ചെയ്യുക. ഇനി ആ വീഡിയോൻ്റെ ഡ്യൂറേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒബ്ജക്റ്റ് കൊടുക്കുക, ഓൾ വീഡിയോസ് കൊടുക്കുക. ഇനി ഈ എഫക്റ്റിൽ 3 കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഒന്ന് സെൻറ്ററിൽ, ഒന്ന് ഫസ്റ്റിൽ, ഒന്ന് ലാസ്റ്റിൽ. ഈ എഫക്റ്റിൻ്റെ സെൻറ്റർ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 100 ആക്കി കൊടുക്കുക, ബാക്കി 2 കീ ഫ്രെയിമിൻ്റെ 0 ആക്കി കൊടുക്കുക. ഇനി ഈ എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എവിടേക്കാണ് ട്രാൻസിഷൻ വരുന്നത് അവിടേക്ക് കൊണ്ട് ഇത് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു എഫക്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എഫക്റ്റ് വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ നൈറ്റ് ക്ലബ്ബ് ഉണ്ടാവും. അതിൽ കുറച്ച് താഴെ സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ റീബൗണ്ട് സ്വിങ് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. അത് വീഡിയോൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കൊണ്ടുവയ്ക്കുക. വെച്ച ശേഷം ഒബ്ജക്റ്റ് കൊടുക്കുക, അതിൽ ഓൾ വീഡിയോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുക, എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. സ്പീഡ് ഒരു 20-25 ഉള്ളിൽ വെക്കുക. അതേപോലെ സൈസ് ഒരു 15-10 എന്നുള്ള ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വെക്കുക. ഈ എഫക്റ്റ് ആഡ് ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രെയിം അകത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിൽ മെയിൻ വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇതിന് നേരെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അതിൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആഡ് ചെയ്യുക, എന്നിട്ട് അത് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഓവർലേ കൊടുക്കുക, അതിൽ ആഡ് ഓവർലേ കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു ഇമേജ് തരാം, അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതായത് ഇതിൻ്റെ ഫ്രെയിമാണ്. അത് ആഡ് ചെയ്ത ശേഷം ഇത് സ്ക്രീനിൽ ഫുള്ളാക്കി വയ്ക്കുക, 100% ആക്കുക. അതിന് വേണ്ടി താഴെ സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ബേസിക് പറഞ്ഞിട്ടുണ്ട്, അതിൽ സ്കെയിൽ 100% ആക്കി കൊടുക്കുക. അത് കൊടുത്ത ശേഷം ഈ വീഡിയോൻ്റെ അവസാനം വരയ്ക്ക് ഈ ഫ്രെയിം കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ റിമൂവ് ബീജ് ഉണ്ടാവും, അതിൽ ക്രോമാ കീ കൊടുത്തിട്ട് വൈറ്റിൽ സെലക്ട് ചെയ്യുക. അതിൽ ഇൻറ്റൻസിറ്റിയും ഷേഡോയും നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പ്ലേ ആക്കി നോക്കിയിട്ട് വേറെ പ്രശ്നവും ഇല്ലെങ്കിൽ നേരെ എക്സ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ കാര്യങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കുക. അത് വില കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.